ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 12ാമത്തെ ശ്ലോകം നോക്കാം. താ ആശിഷ പ്രയുഞ്ജാനാശ്ചിരം പാഹീതി ബാലകേ ഹരിദ്രാചൂർണ തൈലാഭി സിഞ്ചന്ത്യോജനമുജ്ജഗു. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മൾ കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളായിട്ട് ഇവിടെ വ്യാസഭഗവാൻ വർണ്ണിക്കുന്നത് ആ ഭഗവാന്റെ ജാതസംസ്കാര കർമ്മങ്ങൾ ചെയ്യാൻ ഗോകുലം എങ്ങനെയാണ് ഒരുങ്ങിയത്, അതിൽ ഗോക്കളുടെ കാര്യം പറയുകയുണ്ടായി. ഗോപന്മാരെങ്ങനെയാണ് അണിഞ്ഞൊരുങ്ങിയത് എന്ന് പറയുകയുണ്ടായി. ആദ്യമേ തന്നെ നന്ദഗോപരുടെ കാര്യം പറഞ്ഞിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള ഓരോരുത്തരെയായി പറയുകയായിരുന്നു. പിന്നെ കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായിട്ട് ഗോപസ്ത്രീകളുടെ ആ ഒരു ഉത്സവമേളം, അവരുടെ ആ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു എങ്ങനെയാണ് അവരതിനെ ആ ഒരു ജാതകർമ്മത്തെ ഒരു ഉത്സവമാക്കി മാറ്റാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്തിയത് എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഈ ഒരു ശ്ലോകത്തിൽ അവരുടെ ആ ഒരു ആഘോഷ തിമിർപ്പാണ് നമ്മൾ കാണുന്നത്. നമുക്ക് നോക്കാം പദങ്ങളുടെ അർത്ഥം. താഹ എന്ന് പറഞ്ഞാൽ ആ ഗോപസ്ത്രീകൾ, ഇവിടെ ഗോപസ്ത്രീകൾ ഓടി വന്ന കാര്യമായിരുന്നു പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ ഗോപസ്ത്രീകൾ ആശിസ്സുകളെ, അനുഗ്രഹാശിസ്സുകളെ പ്രയുഞ്ജാനാശ്ചിരം, പ്രയുഞ്ജാനാഹ ചിരം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പ്രയുഞ്ജാനാശ്ചിരം. അവിടെ ആ 2 വാക്കുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പ്രയുഞ്ജാന എന്ന് പറഞ്ഞാൽ ചൊരിഞ്ഞ്, ഈ അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞ്, ചിരം എന്നാൽ നീണാൾ, പാഹീതി, പാഹി ഇതി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പാഹീതി. പാഹി എന്ന് പറഞ്ഞാൽ വാഴട്ടെ, ഇതി എന്നാൽ എന്ന്. അപ്പോൾ ഈ ഗോപസ്ത്രീകൾ ഇങ്ങനെ ഓടി വന്നിട്ട് ഈ ഉണ്ണിയെടുക്ക വന്നിട്ട് അനുഗ്രഹാശിസ്സുകൾ എന്താ നീണാൾ വാഴട്ടെ എന്ന് അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞുകൊണ്ട്, ഇതി എന്നാൽ എന്ന്, അങ്ങനെ അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞുകൊണ്ട് ബാലകെ എന്നാൽ ആ കുട്ടിയിൽ, അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഉണ്ണിയിൽ, യശോദാമ്മയുടെ ഉണ്ണിയിൽ ഇങ്ങനെ ഈ അനുഗ്രഹാശിസ്സുകൾ ചൊരിയുകയാണ്. പിന്നെയോ ഹരിദ്രാചൂർണ തൈലാഭി എന്ന് പറഞ്ഞാൽ ഈ പണ്ട് കാലത്തെ ഒരാചാരം അനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച, തൈലം എന്നാൽ എണ്ണയാണ്, ആ എണ്ണ കലർത്തിയ വെള്ളം കൊണ്ട്, അത് അന്നത്തെയൊക്കെ ആ ഒരു മംഗളകർമ്മങ്ങൾക്ക്, അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു മംഗളകർമ്മങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. മഞ്ഞൾ ചേർത്ത് കലക്കിയ എണ്ണ ചേർത്ത് വെള്ളം കലക്കിയിട്ട് ആ വെള്ളം കൊണ്ട് സിഞ്ചന്ത്യോജനമുജ്ജഗുഹു, സിഞ്ചന്ത്യഹ ജനം ഉജ്ജഗുഹു, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സിഞ്ചന്ത്യോജനമുജ്ജഗുഹു. സിഞ്ചന്ത്യ എന്നാൽ കുടഞ്ഞ് ഇങ്ങനെ എല്ലായിടവും തളിക്കുക ആ വെള്ളം കൊണ്ട്, മഞ്ഞൾ ചേർത്ത എണ്ണ കലക്കിയ വെള്ളം കൊണ്ട് എല്ലായിടവും ഇങ്ങനെ തളിച്ച് അതിനെ ഒന്ന് പരിശുദ്ധമാക്കുക, ഒന്ന് പരിപാവനമാക്കുക ആ ഒരു അന്തരീക്ഷത്തെ. അപ്പോൾ അത് ചെയ്തു, അങ്ങനെ കുടഞ്ഞ് തളിച്ചു, ആ ഉണ്ണിയിലും തളിച്ചു. പിന്നെയോ ജനമുജ്ജഗുഹു, ജനം എന്നാൽ ജനങ്ങളെ, ഇങ്ങനെ പരസ്പരവും സ്ത്രീകളും കുട്ടികളും ഒക്കെ പരസ്പരവും തളിച്ചു, ഈ ഉണ്ണിയെയും തളിച്ചു. അവിടെ ആകെ ഒരു പരിപാവനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അവർ കൊണ്ടുവന്നു. എന്നിട്ട് ഉജ്ജഗുഹു, ഉച്ചത്തിൽ ഗാനം ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ പാട്ടുപാടി ആഘോഷിക്കുക, അങ്ങനെ തിമിർക്കുകയാണ് അവർ. കാരണം ആ ഗോപസ്ത്രീകളുടെ ഉള്ളിലെ ആനന്ദം അങ്ങനെ കരകവിഞ്ഞൊഴുകിയിട്ട് അവർക്ക് എന്തൊക്കെയാണ് ആ ഒരു ആഘോഷത്തിൽ ചെയ്യേണ്ടത് എന്നൊരു പരിമിതിയില്ലാത്ത വിധത്തിലേക്ക് അവരങ്ങനെ ഉയർന്നു പറക്കുകയാണ് ആ ആനന്ദ തിമിർപ്പിൽ. അപ്പോൾ അവർ വന്നിട്ട് ഈ ഉണ്ണിയെ ആദ്യം ഈ പറഞ്ഞ മഞ്ഞൾ കലക്കിയ എണ്ണ ചേർത്ത വെള്ളം അതുകൊണ്ട് അവിടമെല്ലാം ശുദ്ധമാക്കി, വളരെ പരിപാവനമാക്കി. അതിനുശേഷം ആ ഉണ്ണിയെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് മൂടി, അതാണ് പറഞ്ഞത് നീണാൾ വാഴട്ടെ. നമുക്കറിയാം ഇത് ജാതകർമ്മമാണെങ്കിൽ പിന്നീടുള്ള നമുക്കറിയാം ഓരോ പിറന്നാളിനും നമ്മൾ ഈ ഒരു പറഞ്ഞതുപോലെ നമ്മൾ
ഇതുപോലെയുള്ള ഇപ്പോഴും നമുക്കറിയാം, അതിനുശേഷം നമ്മളൊക്കെ ഇപ്പോൾ ഓരോ പിറന്നാളിനും നമ്മൾ ഇതുപോലെ ഉണ്ണികളെയൊക്കെ ആശീർവദിക്കുമ്പോൾ, ഈ പിറന്നാൾ ആശംസകൾ നേരുമ്പോൾ നമ്മളവരെ അനുഗ്രഹിക്കുമ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾ ശതം ജീവ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ, അതായത് നീണാൾ വാഴട്ടെ, 100 വയസ്സ് വരെ ജീവിക്കട്ടെ എന്നാണ് പണ്ടൊക്കെയുള്ള നമ്മുടെ ഏത് പുരാണങ്ങൾ എടുത്താലും മനുഷ്യൻ്റെ ആയുസ് ഒരു 100 വയസ്സ് വരെയാണ് ഒരു നമ്മൾ പറയില്ലേ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം സാമാന്യേന ഒരു 100 വയസ്സ് വരെ ജീവിക്കുക. ചിലർ അതിൽ കൂടുതലേക്ക് പോകാറുണ്ട്. എന്നാലും അതായിരുന്നു ഒരു ആയുസ്സിൻ്റെ ഏകദേശം ഒരു ആയുസ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു 100 വയസ്സ് വരെ ജീവിക്കട്ടെ എന്നായിരുന്നു പറയുന്നത്. ഇവിടെയും ഈ ഉണ്ണിയെ വന്ന് ആശീർവദിക്കുകയാണ് ഗോപസ്ത്രീകൾ. നീണാൾ വാഴട്ടെ, ഭഗവാൻ മാത്രമേയുള്ളൂ എന്നെന്നുമുള്ളത്, എന്നും വാഴുന്നത്, അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്ന ആ ഒരേ ഒരു ചൈതന്യത്തെയാണ് ഇവിടെ ഗോപസ്ത്രീകൾ വന്നിട്ട് പറയുകയാണ് നീണാൾ വാഴട്ടെ. ഈ ആശീർവദിക്കുന്ന ഗോപസ്ത്രീകളും ഈ പ്രപഞ്ചവും ഉണ്ടാകുന്നതിനും ഒക്കെ മുൻപുള്ളതും ഇതൊക്കെ നാളെ ഒരു കാലം ഇല്ലാതെയായാൽ നിലനിൽക്കുന്നതും ഈ ഒരൊറ്റ ശക്തി മാത്രമാണ്, ഈ ഒരേ ഒരു ഉണ്ണി മാത്രമാണ്. പക്ഷേ നോക്കൂ, ആ ഉണ്ണിയുടെ ആ പ്രഭാവം കൊണ്ട് ഈ ഗോപസ്ത്രീകളുടെ ആനന്ദം, അവരുടെ വീട്ടിലൊരു പുതിയ ഉണ്ണി ഉണ്ടായി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗ്രാമത്തിന് എന്തോ ഒരു നിധിയെ കിട്ടിയ ഒരു അത്യാഹ്ലാദത്തിൽ ആണ് അവർ വന്നിട്ട് ഈ ഉണ്ണിയെ ആശീർവദിക്കുകയാണ് നീണാൾ വാഴട്ടെ എന്ന്. അതുപോലെയാണ് ഈ മഞ്ഞളിനുമൊക്കെ ഇപ്പോഴും നമുക്കറിയാം, ഈ മഞ്ഞളിലുണക്കിയ അരിയൊക്കെ നമുക്ക് അല്ലേ, അതൊക്കെ ഇങ്ങനെ മംഗളകർമ്മങ്ങൾക്ക് അതൊക്കെ ഉപയോഗിച്ച് തലയിൽ ഇങ്ങനെ തൂവി അനുഗ്രഹിക്കുന്ന ആ ഒരു സമ്പ്രദായം ഇന്നും നമ്മുടെയൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇതുപോലെ പിറന്നാൾ ആശംസിക്കുമ്പോഴൊക്കെ അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ഈ ഒരു മഞ്ഞളിൻ്റെ ഒരിത് മറ്റെല്ലാ നമ്മൾ പറയാറുണ്ട് നെഗറ്റീവ് എനർജിയെ മാറ്റുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ മറ്റ് യാതൊരു തരത്തിലുള്ള ഒരു ദുർവിചാരങ്ങളോ അല്ലെങ്കിൽ ഒരു ദുർബുദ്ധിയോ ഒന്നും തന്നെ ആർക്കും ഇല്ലാതെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു പരിപാവനത കൊണ്ടുവരാൻ ഈ ഒരു മഞ്ഞളിന് ശേഷിയുണ്ട്, ഒരു പോസിറ്റിവിറ്റി മഞ്ഞളിനുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആ ഒരു അന്തരീക്ഷത്തെ ഒന്നുകൂടി പരിപാവനമാക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഉള്ളിടത്താണ് അല്ലെങ്കിൽ തന്നെയും മംഗളമുള്ളത്. ഭഗവാൻ ഉണ്ടെങ്കിലേ മംഗളമുള്ളൂ. പക്ഷെ ഈ ഒരു മംഗളകർമ്മത്തിന് ഈ ഗോപസ്ത്രീകൾക്ക് എന്തെല്ലാം അതിൻ്റെ ആ ഒരു മംഗളത കൂട്ടാനാകുമോ അത്രമാത്രം ആ ഒരു പുണ്യത, ആ ഒരു പരിപാവനത കൂട്ടാനായിട്ട് ഈ ഗോപസ്ത്രീകൾ ഇങ്ങനെ മഞ്ഞൾ ചേർത്ത എണ്ണ കലക്കിയ വെള്ളം ആ ഉണ്ണിമേലും കുടഞ്ഞു. ഉണ്ണിക്കും മംഗളമുണ്ടാകട്ടെ, നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഉണ്ണിയെ അനുഗ്രഹിക്കുകയാണ്. സാക്ഷാൽ മംഗളമൂർത്തിയായ ആ ഉണ്ണിക്കണ്ണനോട് പറയുകയാണ്, ഭഗവാനെ അങ്ങേക്ക് എന്നുമെന്നും മംഗളം ഭവിക്കട്ടെ എന്ന്. അത് ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാനോടുണ്ടായ ആ ഒരു അതിയായ സ്നേഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. മാറ്റും നമുക്കറിയാം. അവിടെ ഗോപസ്ത്രീകളുടെ വീട്ടിലെ ഉണ്ണിയല്ല. പക്ഷെ നോക്കൂ, ആ മാത്സര്യബുദ്ധി ഇല്ലാതെയുള്ള ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള പ്രേമഭക്തിയുടെ അല്ലെങ്കിൽ ആ സ്നേഹാതിരേകത്തിൻ്റെ പ്രത്യക്ഷ ഭാവമാണ് ഇവിടെ ഈ ഗോപസ്ത്രീകൾ കാണിക്കുന്നത്. തങ്ങളുടെ വീട്ടിലുണ്ടായ ഉണ്ണിയല്ല, എന്നിരുന്നിട്ട് കൂടി ഇങ്ങനെ ഒരു ഉണ്ണി പിറന്നപ്പോൾ അതിനെ ആശീർവദിക്കുക, നീണാൾ വാഴട്ടെ, ആയുരാരോഗ്യ സൗഖ്യത്തോടെ വാഴുക എന്നൊക്കെ പറഞ്ഞ് എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കാനുള്ള ആ ഒരു ഗോപസ്ത്രീകളുടെ ശുദ്ധ മനസ്സിനെയാണ് അവിടെ കാണിക്കുന്നത്. ഈ ഒരു മനസ്സിൻ്റെ ശുദ്ധതയാണ് പിന്നീട് വെണ്ണയായി ഭഗവാൻ കവർന്നെടുക്കുന്നതും. അപ്പോൾ ഇത് നമുക്കുള്ള ഒരു പാഠമാണ്. നമ്മുടെ മനസ്സിലാണ് ഈ ഒരു മറ്റുള്ള ദോഷങ്ങളൊന്നും തന്നെ ഇല്ലാതെ, കാമക്രോധാദി മാത്സര്യ ബുദ്ധികളോ ദോഷങ്ങളോ ഇല്ലാതെ മനസ്സ് ശുദ്ധമാകുമ്പോൾ ഭഗവാൻ തന്നെ അങ്ങോട്ട് കവർന്നെടുക്കുകയായി നമ്മുടെ മനസ്സിനെ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താ ആശിഷ പ്രയുഞ്ജാനാശ്ചിരം പാഹീതി ബാലകേ ഹരിദ്രാചൂർണ തൈലാഭി സിഞ്ചന്ത്യോജനമുജ്ജഗു. ഇനി നമുക്ക് ആ
ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ ആദ്യത്തെ പാദത്തിൽ ആശിഷ അവിടെ ഒരു വിസർഗമുണ്ട്. അപ്പോൾ അവിടെ ഒരു പകുതി ഹകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് പ്രയുഞ്ജാനാശ്ചിരം, അത് ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ അടുത്ത പാദത്തിൽ വരുമ്പം ഹരിദ്രാചൂർണ തൈലാഭി, അവിടെയും ഒരു വിസർഗമുണ്ട്, അതും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തത് സിഞ്ചന്ത്യോജനമുജ്ജഗോ, അത് ചേർത്തെടുക്കുക. ഒപ്പം അവിടെ ഒരു വിസർഗമുണ്ട്, അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.